ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അരിപ്പൊടി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് 250 ml ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരി പൊടിച്ച് വറുത്തെടുത്തിട്ടുള്ള അരിപ്പൊടിയാണ്. ഇപ്പോൾ സാധാ ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ മേടിക്കാനും കുഴപ്പമൊന്നുമില്ല. നല്ല അരിപ്പൊടി ആയിരിക്കണം, അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം കിട്ടുള്ളൂ. അപ്പോൾ ഏത് അരിപ്പൊടി എടുക്കുകയാലും ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. അതിൽ തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വയ്ക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നാളികേരം മുഴുവനായിട്ടും ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ടുള്ള പാലാണിത്. അപ്പോൾ നല്ല കട്ടിയുള്ള പാൽ തന്നെ വേണം. അപ്പോൾ ഇതൊരു 300 ml പാലാണ്. കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ 300 ml പാലുണ്ടാവും. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് മധുരം നോക്കുമ്പോൾ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തം 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ കിണ്ണത്തപ്പത്തിന് ഒരുപാട് മധുരം ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഈ സമയത്തൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കിണ്ണത്തപ്പത്തിൻ്റെ ബാറ്റർ ഇതേപോലെ ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. ഒരുപാട് തിക്കായിട്ട് ഇരിക്കരുത്, നല്ല ലൂസായിട്ടാണ് മാവ് ഇരിക്കേണ്ടത്. ഇനി ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു 30 സെക്കൻഡ് എങ്ങാനും ഒന്നും കൂടി നന്നായി കറക്കിയെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം കിട്ടും. അപ്പോൾ മിക്സിയിൽ കറക്കിയെടുത്തിട്ടുള്ള ബാറ്റർ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതേപോലെ ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വെളിച്ചെണ്ണ തേച്ചിട്ടുള്ള കിണ്ണത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 2 കിണ്ണത്തപ്പം ഉണ്ടാക്കാനുള്ള ബാറ്ററാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കിണ്ണത്തിൽ വെളിച്ചെണ്ണ ഒന്ന് പരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടി പിടിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്കിത് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് നല്ല ജീരകം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടും കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും നല്ല ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാറ്ററിൽ ഈ ജീരകം ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി തട്ടിലാണ് ആവി കയറ്റാൻ വെക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി തട്ടിൻ്റെ ഫസ്റ്റത്തെ തട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കിണ്ണം നല്ല എളുപ്പമായിട്ട് വെക്കാൻ പറ്റും. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ആവി കയറ്റിയെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചൂടാറുമ്പോഴാണ് കിണ്ണത്തിൽ നിന്ന് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിണ്ണത്തിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.